NSMC എക്സാമിന്റെ സെക്കൻഡ് സ്റ്റേജിലോട്ട് ക്വാളിഫൈ ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സെക്കൻഡ് സ്റ്റേജിലോട്ട് ക്വാളിഫൈ ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് സ്റ്റേജിലോട്ട് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതും അതുമായിട്ടുള്ള എഴുത കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇതിന്റെ അവസാനം വരെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. NSMC എക്സാമിന്റെ സ്റ്റേജ് 1 കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് സ്റ്റുഡൻസ്, 10,000-കണക്കിന് സ്റ്റുഡൻസ് ഒക്കെയാണ് ആ ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള NSMCയുടെ സെക്കൻഡ് സ്റ്റേജിലോട്ട് സെലക്ട് ചെയ്യപ്പെട്ട സ്റ്റുഡൻസിന് ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും. അവർ സെലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ. അങ്ങനെ മെസ്സേജ് കിട്ടിയവർക്ക് മാത്രമാണ് സ്റ്റേജ് 2 എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. സ്റ്റേജ് 2 എക്സാം നടക്കാൻ പോകുന്നത് ഈ സൺഡേ ആണ്. ജൂലൈ 16 ഈ വരുന്ന സൺഡേ ആണ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ എക്സാമിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതും അല്ലെങ്കിൽ അതിൽ അറ്റൻഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ അതും ഇതുപോലെ തന്നെ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ എക്സാമിന് എന്താണ് സിലബസ്? NSMCയുടെ ഫസ്റ്റ് സ്റ്റേജിന്റെ സിലബസ് എന്തായിരുന്നു? നിങ്ങൾ തൊട്ടു മുന്നേയുള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ്സ് ആയിരുന്നു. ആ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അതേ കോൺസെപ്റ്റ്, അതേ കാര്യങ്ങൾ തന്നെയാണ് സ്റ്റേജ് 2 ഉള്ളത്. അല്ലാതെ കുറെ പുതിയ ഐഡിയാസോ പുതിയ തിയറീസോ ഒന്നും പഠിക്കേണ്ടതില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് NSMCയുടെ സ്റ്റേജ് 2 എക്സാമിനുള്ളത്. പിന്നെ എന്താ ഡിഫറൻസ്? സ്വാഭാവികമായിട്ടും സ്റ്റേജ് 2 ആകുമ്പോൾ സ്റ്റേജ് 1-നേക്കാളും കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, സ്റ്റേജ് 2-ൽ നിങ്ങൾക്ക് 30 മിനിറ്റ്സ് ആണ് എക്സാമിന് ടൈം ഉണ്ടാവുക. 30 മിനിറ്റ്സ്. ഈ 30 മിനിറ്റ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 30 ക്വസ്റ്റ്യൻസ് ആണ്. 30 മിനിറ്റ്സ് 30 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു ക്വസ്റ്റിന് 1 മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് സേവ് ചെയ്യുന്ന ടൈം ബാക്കി ക്വസ്റ്റിന് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി എക്സാമിന്റെ സ്ട്രക്ചർ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയ മെസ്സേജിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എക്സാമിൽ 6 ഫിസിക്സ് ക്വസ്റ്റ്യൻസ്, 6 കെമിസ്ട്രി, 6 ബയോളജി എന്ന് വെച്ചാൽ 18 ക്വസ്റ്റ്യൻസ് സയൻസിൽ നിന്നാണ്, 7 ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ 18 ക്വസ്റ്റ്യൻസ് സയൻസിൽ നിന്നും 7 ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്നുമാണ്. അപ്പോൾ ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ് ആയി. ബാക്കി വരുന്ന 5 ക്വസ്റ്റ്യൻസ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ലോജിക്കൽ റീസണിങ്, മെന്റൽ എബിലിറ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ 30 ക്വസ്റ്റ്യൻസ് 30 മിനിറ്റ്സ് എന്നുള്ള രീതിയിലാണ് എക്സാമിന്റെ സ്ട്രക്ചർ ഉണ്ടായിരിക്കുക. ഇനി ഈ എക്സാമിന് കഴിഞ്ഞ NSMCയുടെ ഫസ്റ്റ് സ്റ്റേജ് പോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആണെന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കാൻ പോകരുത്. കാരണം നിങ്ങളൊരു ആൻസർ തെറ്റിപ്പോയാൽ ഓൾറെഡി കിട്ടിയിട്ടുള്ള, ഓൾറെഡി കറക്റ്റാക്കി നിങ്ങൾ നേടിയെടുത്ത മാർക്കിൽ നിന്ന് ഒരു മാർക്ക് നെഗറ്റീവായി പോകും. അപ്പോൾ അതിനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും എന്ത് ചെയ്യരുത്, നെഗറ്റീവ് മാർക്ക് കൂടുതൽ കിട്ടുന്ന രീതിയിൽ ആൻസർ ചെയ്യരുത്. നിങ്ങൾ കൺഫേം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മാത്രമല്ല ഈസി ആയുള്ള സബ്ജക്റ്റുകൾ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുക. കാരണം 30 മിനിറ്റ്സ് 30 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈസി ആയുള്ള സബ്ജക്റ്റുകൾ പെട്ടെന്ന് ആൻസർ ചെയ്തിട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇങ്ങനെ സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ സിലബസ് നിങ്ങൾ പഠിച്ച കാര്യം തന്നെ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന്റെ കാര്യത്തിൽ വെറി ചെയ്യേണ്ട. നിങ്ങൾ അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സൺഡേയിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് എക്സാം എഴുതാൻ പറ്റും, എത്ര മണി മുതൽ എത്ര മണി വരെ എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജിൽ കൃത്യമായിട്ട് പറയും. എക്സാം എഴുതാനുള്ള ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് കിട്ടും, അതിലൊന്നും വെറി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എക്സാം എഴുതി തുടങ്ങി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ കൊടുക്കുക. അറിയുന്ന സബ്ജക്റ്റുകൾ ഫസ്റ്റ് പ്രിഫറൻസിൽ കൊടുക്കുക. ഒരു ക്വസ്റ്റ്യനിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താ, ബാക്കി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റാതെ പോകും. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ കൂടുതൽ നിങ്ങൾക്ക് സ്പെൻഡ് ആവുന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയിക്കൊള്ളണം എന്ന് പറയാൻ കാരണം എന്താ, കാരണം അവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് ഉണ്ട്. ഇവിടെ കിട്ടാത്തൊരു ക്വസ്റ്റ്യനിൽ സ്പെൻഡ് ചെയ്യരുത്, കാരണം വളരെ കുറഞ്ഞ സമയമുള്ളൂ. നെഗറ്റീവ് മാർക്ക് മാക്സിമം കിട്ടാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുവർ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാതെ സ്കിപ്പ് ചെയ്യുക. ഷുവർ ആയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്യുക. ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. വെറുതെ ഒരുപാട് നെഗറ്റീവ് മാർക്കുകൾ വരുത്തരുത്. ഇനി ഇതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ടോപ്പ് ആളുകളെ ആയിരിക്കും ഇന്റർവ്യൂവിന് വിളിക്കുക. ആ ഇന്റർവ്യൂവിന് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ടോപ്പ് ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിൽ ഗിഫ്റ്റ് നേടാൻ പോകുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. സ്റ്റേജ് 1-ന് നമ്മൾ ഒരുപാട് കോച്ചിങ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്റ്റേജ് 2-നും എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നേ ഉള്ളൂ. ഫുൾ കോൺഫിഡൻസോട് കൂടി നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ NSMC എക്സാം ഈ വരുന്ന ജൂലൈ 16-ന് എഴുതാൻ തയ്യാറെടുക്കുക. ഓൾ ദ ബെസ്റ്റ്.